ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇതൊരു സൺഡേ ഈവനിങ് വ്ലോഗാണ്, മിനി വ്ലോഗാണ്. വൈകിട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായി ഞാൻ വന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗംഭീര മഴ പെയ്യണ പുറത്ത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചു. ബാൽക്കണിയുടെ അവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യണ സമയത്ത് അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ ഒന്നും വീതം 3 നേരം എന്ന് പറഞ്ഞ പോലെ മമ്മി എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ. അതൊരു തരത്തിൽ എനിക്ക് ഭയങ്കര റിലീഫാണ്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്പുറത്ത് തോരടാൻ വേണ്ടിയിട്ട് പോകാനാണ് ഞാൻ നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറേ വണ്ടി പോകുന്ന ശബ്ദവും ബഹളമൊക്കെ കേൾക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ രാവിലെയാണ് കൊടുക്കണം കേട്ടോ. രാവിലെ നേരത്തെ ഇവിടുത്തെ എറണാകുളത്തെ അവസ്ഥ അറിയാലോ, വണ്ടിക്കാരും ആൾക്കാരും ഒക്കെ ആയിട്ട്. ഈ കാണുന്ന ഈ 10 മണിച്ചെടി ഉണ്ടല്ലോ, അതെനിക്ക് ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വെക്കാൻ പോകുന്നത് ഈ ഫോട്ടോൻ്റെ മുമ്പിലാണ്. ഈ കർത്താവിൻ്റെ രൂപം എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. ആളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും ഞാൻ റിവീൽ ചെയ്യില്ല. ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചേട്ടാ. ഇവിടെ ഇങ്ങനെ ഈ താഴെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. എനിക്ക് കൂടുതൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു ബൈബിൾ ഉണ്ടല്ലോ, അതെൻ്റെ അല്ല. ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ട് ഞാനൊരു സിസ്റ്റർ ആൻസി എന്ന് പറഞ്ഞ ഒരാളെന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരാണ് എനിക്ക് ഒരു ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് പറയുകയും ചെയ്തു, ഞാൻ യൂസ് ചെയ്തതാണ്, പക്ഷെ നിൻ്റെ കയ്യിലില്ലല്ലോ, നീ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ആ ഒരു ബൈബിൾ തന്നത്. അന്നത്തെ ആ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ചെയ്ത് ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോഴാണ് കേട്ടോ. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്ന ഇത്തരം കുഞ്ഞു കാര്യങ്ങളാണ് എൻ്റെ ഹാപ്പിനെസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബൈബിൾ കിട്ടിയതിന് ശേഷം ഞാനത് തുറന്നു നോക്കുമ്പോൾ എൻ്റെ സിറ്റുവേഷനോട് ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു അധ്യായമാണ് എനിക്ക് കിട്ടുക. അത് എപ്പോഴും അത് കിട്ടിയതിന് ശേഷം എപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് അങ്ങനത്തെ എൻ്റെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് കിട്ടാറില്ല. ഞാൻ എൻ്റെ കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും വയ്ക്കാറുള്ള ബൈബിൾ. പിന്നെ ഒരു ചായ കുടിക്കാനായിട്ട് തോന്നിയപ്പോൾ നേരെ ചായ കുടിക്കാൻ പോയതല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കണം. ഇപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും സ്വന്തമായി ഉണ്ടാക്കുക, കുടിക്കുക. അരിക്കാനൊന്നും ഞാനൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഇരട്ടിപ്പണിയാണ്. മറ്റേത് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ മമ്മിയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കഴുകാനും പിടിക്കാനൊക്കെ. ഇവിടെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം വലിയ മെനക്കെടുന്നൊന്നുമില്ല. ഇന്ന് നമുക്ക് സ്നാക്കായിട്ട് ഒരു കപ്പ് കേക്കാണ് കേട്ടോ. വാനില ഫ്ലേവറിലുള്ള കപ്പ് കേക്കാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് 2 എണ്ണം ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, സത്യം പറഞ്ഞ് മറന്നുപോയി. പിന്നെ കിടക്കണ നേരത്തെ ഓർമ്മ വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ വിൻഡോയുടെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ചന്ദ്രനെ കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തു. നല്ല രസമല്ലേ, നമ്മളിങ്ങനെ കിടക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചന്ദ്രനെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. ഇത് നമ്മുടെ റൂമിലുള്ള ലൈറ്റാട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചതാണ്. എനിക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ കണ്ടാലും മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മിനി വ്ളോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.